ഓക്കേ. സോറി. ഞങ്ങളുടെ പുറത്തോട്ട് ചായ ഒഴിച്ചിട്ട് സോറി പറയാണോ? ഞാൻ സോറി പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അങ്ങനെ തല്ലുന്നേ? എന്റെ സാധനങ്ങൾ മുഴുവൻ താഴെ പോയി, തക്കാളി മുഴുവൻ നശിപ്പിച്ചു. മര്യാദയ്ക്ക് പോയിക്കോ, ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ആദ്യം എന്റെ സാധനത്തിന്റെ പൈസ ഇങ്ങ് തന്നേക്ക്. എന്നാ പിടിച്ചോ. നിനക്ക് ഫൈറ്റ് ചെയ്യണോ? എങ്കിൽ വാ, ഫൈറ്റ് ചെയ്യാം. നിങ്ങളാരും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇത് കുറച്ച് കൂടിപ്പോയി. ഇനി ഞാനൊരു കൈ നോക്കാം. എന്തായാലും നിന്നോട് ക്ഷമിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ നിന്നെ തല്ലില്ല. ഞങ്ങളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇനി ഇങ്ങനെ ഉണ്ടായാൽ നീ ഉണ്ടാവില്ല. ഞാൻ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കരാട്ടെ ചാമ്പ്യനാണ്. എന്നോട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ നീ ആദ്യം ചെന്ന് കരാട്ടെ പഠിക്കണം. നീ എന്തായി ചെയ്യുന്നത്? ഞാൻ കരാട്ടെ പഠിക്കാണ്. ഇതിന്റെ ആവശ്യം നിനക്കല്ലോ. നീ വാ തുറന്ന് സംസാരിച്ചാൽ തന്നെ അവിടെയുള്ള എല്ലാവരും പേടിച്ചു ഓടിക്കോളും. സംശയമുണ്ടോ? ഞാനിന്ന് വല്ലാതെ അപമാനിതനായി. എനിക്കിന്ന് കരാട്ടെ പഠിച്ചേ മതിയാവും. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഞാൻ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കരാട്ടെ ചാമ്പ്യനാണ്. ബണി, നീ മാർഷൽ ആർട്സിന്റെ ചാമ്പ്യനാണ്. നീ അവനെ പഠിപ്പിക്കേ. അല്ല, ഇതിൽ പഠിക്കാനായിട്ട് എന്താ ഉള്ളത്? നീ പോയി അവന്മാരൊരു കൈ നോക്കിയാ പോലെ. ഇല്ല, നീ തന്നെ അവരെ ഒരു പാഠം പഠിപ്പിക്കണം. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം. ശരി, വാ തുടങ്ങാം. നീ ആദ്യം റെഡി ആയിട്ട് ഗാർഡനിലേക്ക് വാ. ഏത് ഗാർഡനിലേക്കാ? സിറ്റി ഗാർഡനിലേക്കോ അതോ സിറ്റിക്ക് പുറത്തുള്ള ഗാർഡനിലേക്കോ? നമ്മുടെ ഗാർഡനിലേക്ക് വാടാ കഴുതേ. സംശയമുണ്ടോ? നീ എന്തിനാ ഈ സൂട്ടിട്ടെ? നീയല്ലേ എന്നോട് പറഞ്ഞത് റെഡി ആയിട്ട് വരാൻ. എടാ, അവൻ പ്രാക്ടീസിന് റെഡി ആയിട്ട് വരാനാണ് നിന്നോട് പറഞ്ഞത്. സംശയമുണ്ടോ? ഞാൻ ഡ്രസ് അലക്കി അവിടെ വെച്ചിട്ടുണ്ട്. വേഗം പോയി ഇട്ടോണ്ട് വാ. ഈ കഴുതയെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല. സംശയമുണ്ടോ? അവന് കഴിയും. നീ ആവശ്യമില്ലാതെ ഹണിയുടെ കോൺഫിഡൻസ് കളയരുതാ. ഞാൻ റെഡിയാണ് കൊച്ചളിയാ. ഓക്കെ, നമുക്ക് ആദ്യം ബേസിക് വാമപ്പ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ നീ ചെയ്.
ഞാൻ കുരുങ്ങി. ഹണി നീ എന്നെ അറ്റാക്ക് ചെയ്യ്. എന്തിനാ? അതിന് നീ എന്ത് ചെയ്തു? എടാ അവനൊന്നും ചെയ്തിട്ടല്ല, നീ അറ്റാക്ക് ചെയ്യേ, അവൻ അതിനെ ഡിഫെൻഡ് ചെയ്യും. സംശയമുണ്ടോ? ഓക്കേ. ഹണി കോൺസെൻട്രേറ്റ് ചെയ്യ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. എത്ര പെട്ടെന്നാണ് ഇവൻ പഠിച്ചെടുത്തത്. ഞാൻ ജൂഡോ, കരാട്ടെ, തായ്ക്കോണ്ടോ, കളരി അങ്ങനെ എല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി അവന്മാരെ ഒരു പാഠം ഞാൻ പഠിപ്പിക്കും. എടാ നീ പ്രാക്ടീസ് ചെയ്ത് ഒരു ദിവസമേ ആയുള്ളൂ. ഞാൻ ഇന്റലിജന്റ് ആണ്. ഒരു ദിവസം കൊണ്ട് എല്ലാം പഠിച്ചു. ഞാൻ പോവാണ്. അവന്മാരെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് വന്നേക്കാം. വേണ്ട ഹണി, നിനക്ക് ഇനിയും പ്രാക്ടീസിന്റെ ആവശ്യമുണ്ട്. കൊച്ചളിയാ, ഞാൻ പോകുന്ന വഴിക്കൊക്കെ പ്രാക്ടീസ് ചെയ്ത് അവന്മാരെ ഞാൻ തോൽപ്പിക്കും. ഇനി ഇത് ആക്ഷൻ ടൈം ആണ്. ഹണി ഇവൻ തീർച്ചയായിട്ടും അവന്മാരെ മേടിക്കും. വാ വേഗം രക്ഷിക്കാം അവനെ. എടാ വീണ്ടും വന്ന നീ. എന്റെ സാധനങ്ങൾ നിങ്ങൾ നശിപ്പിച്ചു. മര്യാദക്ക് കാശെടുക്ക. പാവമല്ലെന്ന് വിചാരിച്ച് നിന്നെ വെറുതെ വിട്ട എന്തായാലും മണ്ടത്തരമായി പോയി. നിന്റെ ഷേപ്പ് ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. നിന്റെ ഷേപ്പ് മാറ്റാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനും കരാട്ടെ പഠിച്ചു കഴിഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട്. അതെ, ഞാൻ ഇന്റലിജന്റ് ആണ്. എങ്കിൽ തുടങ്ങാം. ഇനി ആരും അടുത്തേക്ക് വന്നു പോകരുത്. ഞാനും ഇവന് മാത്രം ഫൈറ്റ് ചെയ്യാൻ പോവാ. ഹണി മര്യാദക്ക് നീ എന്റെ സാധനത്തിന്റെ കാശെടുക്ക്, അല്ലെങ്കിൽ നീ ഇനിയും മേടിക്കും. ഇവൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. താഴെ നിന്നും ഹണിയുടെ ഫൈറ്റ് വീക്ഷിക്കുന്നത് ആപത്താണ്. സംശയമുണ്ടോ? മരത്തിന്റെ മേലെ കയറി നിന്ന് കാണാം.
മണിയാക്ക്. എടുക്ക്, വേഗം പൈസ എടുക്ക്. എടാ നീ എന്റെ പുറത്തുനിന്ന് എഴുന്നേറ്റല്ലേ എനിക്ക് പൈസ എടുക്കാൻ പറ്റൂ. ഹണി വേണ്ട നിർത്ത്. കണ്ടോടാ പന്നി, എത്ര വേഗത്തിൽ ഞാൻ മാർഷൽ ആർട്സ് പഠിച്ചെന്ന്. ഇതിനെ മാർഷൽ ആർട്സ് എന്നല്ല ഭാഗ്യം എന്നാണ് പറയാറ്. സംശയമുണ്ടോ? നീ വെറുതെ അടിച്ചതെല്ലാം അവരെ പുറത്ത് കൊണ്ടു. ഇതാ നിന്റെ കാശ്, പിടിച്ചോ. എന്റെ കയ്യിൽ ചില്ലറയൊന്നുമില്ല. ചില്ലറ ഇല്ലെന്നോ? അതെ, പൊട്ടിയത് എന്റെ 2 തക്കാളിയും ഒരു വെള്ളരിക്കയും മാത്രമായിരുന്നു. 15 രൂപയാ വേണ്ടത്. എടാ നിന്റെ 15 രൂപയ്ക്ക് വേണ്ടിയായിരുന്നോ നീ എന്നെ ഇട്ട് ഇടിച്ചത്?